കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കണ്ണൂർ സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ്. തളിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് പള്ളി പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് അവകാശവാദം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ലീഗിന്റെ പ്രാദേശിക നേതാക്കളടങ്ങുന്ന മാനേജ്മെന്റാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖാലിയായ പള്ളിയുടെ വകയാണ് ഭൂമി. വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഈ വഖഫ് നിയമ ഭേദഗതി വന്നതിന് ശേഷം ആദ്യം കേരളത്തിൽ ഹൈക്കോടതിയിൽ പോകുന്നത് ലീഗിന്റെ മാനേജ്മെന്റിലുള്ള ഒരു കോളേജാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും പാണക്കാട് തങ്ങൾ ഖാലിയായിരിക്കുന്ന ഒരു പള്ളിയുടെ ഭൂമിയാണിപ്പോൾ ഇവർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വളരെ വിചിത്രമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് വഖഫ് എന്നുള്ളതാണ് വഖഫ് നിയമത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അതാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തത്, അതിനെയാണ് എതിർക്കുന്നത്. പക്ഷേ വഖഫായ ഒരു ഭൂമിയിൽ പിന്നെ എങ്ങനെയാണ് ഈ നിയമം വഖഫ് എല്ലായ്പ്പോഴും വഖഫ് ആണെങ്കിൽ ജമാഅത്ത് പള്ളിയുടെ പേരിലുള്ളൊരു ഭൂമിയിൽ എങ്ങനെ സർ സയ്യിദ് കോളേജ് അവകാശവാദം ഉന്നയിക്കും? വഖഫ് ഭൂമി പാട്ടത്തിന് വാങ്ങുകയും ആ പാട്ടത്തിന് വാങ്ങിയ വഖഫ് ഭൂമിയിൽ പിന്നീട് അവകാശവാദവും ഉന്നയിക്കുന്ന വിചിത്രമായ നടപടിയാണ് സർ സയ്യിദ് കോളേജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കോളേജിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കണ്ണൂർ മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷനാണ്. ആ അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാരാണ്. മാത്രവുമല്ല ഇതിൻ്റെ ഉപദേശക സമിതിയിൽ ലീഗിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർ സയ്യിദ് കോളേജ് കാണിക്കുന്നത് വഖഫ് നിയമത്തിൻ്റെ ലംഘനമാണ്. വഖഫ് എന്ന് പറയുന്ന മതപരമായ നിയമത്തിൻ്റെ, മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ ലംഘനമാണ് കാണിക്കുന്നത്. കാരണം ഈ കണ്ണൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ഭൂമി 50 വർഷം മുമ്പ് പാട്ടത്തിനെടുക്കുകയും 2022 വരെ അതിൻ്റെ നികുതി അടയ്ക്കുകയും അതിൻ്റെ വാടക നൽകുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഇപ്പോൾ ആ ഭൂമിയിൽ അവകാശവാദവുമായി സർ സയ്യിദ് കോളേജ് വരുന്നത്. വഖഫ് ഭൂമിയാണെങ്കിൽ അതെല്ലായ്പ്പോഴും വഖഫ് ഭൂമിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഭൂമിയുടെ അവകാശവാദം ഉന്നയിക്കുക എന്ന് മാത്രമല്ല, ഈ ഭൂമിയുടെ അവകാശം ഈ ജമാഅത്ത് പള്ളിക്കല്ല എന്നും അതൊരു ഇല്ലത്തിനാണ് എന്നും, ഒരു ഇല്ലം വക, നെല്ലിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു ഇല്ലം വകയാണ് ഈ ഭൂമി എന്നുമുള്ള വിചിത്രവാദമാണ് ഹൈക്കോടതിയിൽ സർ സയ്യിദ് കോളേജ് ഉന്നയിക്കുന്നത്. ഓക്കെ, ഇതിനോട് ഈ പള്ളി മാനേജ്മെന്റ് എങ്ങനെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? വഖഫ് ബോർഡോ? ഈ പള്ളി മാനേജ്മെന്റ് ഇതിനെതിരെ കോടതിയിൽ കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. ജമാഅത്ത് പള്ളി അവരുടെ ഭൂമി തന്നെയാണ് എന്ന് പറയുന്നു. മാത്രമല്ല ഈ സർ സയ്യിദ് കോളേജ് ഇതിനകത്ത് ഒരു തട്ടിപ്പ് നേരത്തെ നടത്തിയിരുന്നു. സർ സയ്യിദ് കോളേജ് ഈ ഭൂമിയുടെ നികുതി കോളേജിൻ്റെ പേരിൽ അടയ്ക്കാനൊരു ശ്രമം നടത്തി. പിന്നീട് അത് ഈ ജമാഅത്ത് പള്ളിക്കാർ തന്നെ കോടതിയിൽ പോയി അത് പള്ളിയുടെ പേരിൽ തന്നെ നികുതി അടയ്ക്കാൻ തീരുമാനമായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ഭൂമി തട്ടിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള മറ്റൊരു ശ്രമം നടത്തുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനെതിരെ കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കാൻ തന്നെയാണ് ജമാഅത്ത് പള്ളിയുടെ തീരുമാനം. ഈ മാനേജ്മെന്റ് ഇത് അവരുടെ ഭൂമിയാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ, മാനേജ്മെന്റിൽ ഉള്ളത് ലീഗിന്റെ പ്രാദേശിക നേതാക്കളാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. വഖഫിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടുള്ള ലീഗിന് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉയരുന്ന കൗതുകകരമായ ചോദ്യം.